അൾത്താരയൊരുങ്ങി ദീപം തെളിഞ്ഞു. ഒരു മനസ്സോടെ ഒരുമയിൽ ഞങ്ങൾ അണഞ്ഞിടുന്നു. ബലിയർപ്പിക്കാൻ വന്നിടുന്നു ആരാധ്യൻ യേശുപര. ആരാധിച്ചിടുന്നു നിന്നെ ഞങ്ങൾ. ആരാധ്യൻ യേശുപര. ആരാധിച്ചിടുന്നു നിന്നെ ഞങ്ങൾ. ഒരു മനസ്സോടെ ഹല്ലേലൂയ പാടി നിന്നാമത്തെ നിത്യം ഞങ്ങൾ വാഴ്ത്തിപ്പാടിടാം. ഒരു മനസ്സോടെ ഹല്ലേലൂയ പാടി നിന്നാമത്തെ നിത്യം ഞങ്ങൾ വാഴ്ത്തിപ്പാടിടാം. അൾത്താരയൊരുങ്ങി ദീപം തെളിഞ്ഞു. ഒരു മനസ്സോടെ ഒരുമയിൽ ഞങ്ങൾ അണഞ്ഞിടുന്നു. ബലിയർപ്പിക്കാൻ വന്നിടുന്നു ആരാധ്യൻ യേശുപര. ആരാധിച്ചിടുന്നു നിന്നെ ഞങ്ങൾ. ഒരു മനസ്സോടെ ഹല്ലേലൂയ പാടി നിന്നാമത്തെ നിത്യം ഞങ്ങൾ വാഴ്ത്തിപ്പാടിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആഗമന കാലത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ലവനായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അവിടുത്തെ ആഗമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഭക്തിയോടും ഒരുക്കത്തോടും കൂടി ആയിരിക്കുവാനായിട്ട് തിരുസഭ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ്. ഇനി ആഗമനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമേകുന്നത് ആരുടെ ആഗമനമാണോ നമ്മൾ അത്രമാത്രം മൂല്യം കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആയതിനാൽ തന്നെയാണ് തിരുസഭാ മാതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരുക്കം കൂട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ്റെ വരവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹവും കൃപ നൽകുന്നതുമായി മാറുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ആഗമനത്തിൻ്റെ ഈ 4 ആഴ്ചകളിൽ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന സാന്നിധ്യത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തന്നെ ഒരുക്കമുള്ളവരായി മാറാം. ഒപ്പം തന്നെ ഈ വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തന്റെ ആഗമന വേളയിൽ സൽപ്രവർത്തികളോടെ
അങ്ങേ വലതുഭാഗത്ത് ഓടിയണഞ്ഞ് സ്വർഗീയ രാജ്യം അവകാശപ്പെടുന്നതിനും യോഗ്യരാകുവാൻ വേണ്ട ഇച്ഛാശക്തി അങ്ങേ വിശ്വാസികൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. യൂദയായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, കർത്താവിൻ്റെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിന്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. എന്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. നിനക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പോകാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. സഹോദരരെ, നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ യോന പേടകത്തിൽ പ്രവേശിച്ച് ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല.
ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യുവാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആഗമനകാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഗമനകാലത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളട്ടെ. നമുക്കറിയാവുന്നതുപോലെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ടായിരുന്നു അമേരിക്കയിലെ ചിക്കാഗോയിൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തോട് താല്പര്യം തോന്നിയ ഒരു അമേരിക്കക്കാരൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം എപ്രകാരമാണ്: വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗോഡ് ദാറ്റ് വി ബിലീവ് ആൻഡ് ദ ഗോഡ് ദാറ്റ് യു ബിലീവ്? അതായത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. സ്വാമി വിവേകാനന്ദൻ ഉടനെ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഒപ്പം തന്നെ ഈ ലോകത്തിൽ നിന്ന് എവിടെയോ ആയിരിക്കുകയും ചെയ്യുകയാണ്. ആയതിനാൽ ഞങ്ങളുടെ ജീവിതകാലം അത്രയും ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദൈവത്തെ. എന്നാൽ നിങ്ങളുടെ ദൈവം എപ്രകാരമുള്ള ദൈവമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവം ലോകത്തെ സൃഷ്ടിക്കുകയും വീണ്ടും അതേ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് വരികയും ചെയ്തു എന്നാണ്. അതായത്, ഒരിടത്ത് വിശ്വസിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു നടപ്പ്, മറിടത്ത് ജനങ്ങളെ, തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ. അതാണ് യേശുനാഥൻ, അതാണ് യേശു ക്രിസ്തു, അതാണ് ഈ ആഗമന വേളയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അതായത്, തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാനായിട്ടും രക്ഷിക്കുവാനുമായിട്ടും ഈ ലോകത്തിലേക്ക് ആഗതനായ യേശുനാഥൻ. ആ ആഗമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കം കൂട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ആഗമന കാലത്തിലെ ആത്മീയതയുടെ ഒരു കാര്യം നമ്മൾ ധ്യാനിച്ചെടുക്കുന്നത് നല്ലതാണ്. അതായത്, ഇവിടെ ഈ ആഗമന കാലത്തിൽ യേശുവിൻ്റെ 2 തരത്തിലുള്ള ആഗമനത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 1-ാമത്തെ ആഴ്ചയിലെ 1-ാമത്തെ ദിവസമായ ഇന്നു മുതൽ 15-ാം തീയതി വരെ നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുന്നത് അവിടുത്തെ 2-ാമത്തെ ആഗമനത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ അവിടുത്തെ ക്രിസ്മസ്, ജന്മത്തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ട്, മഹോത്സവം ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴും നമ്മൾ അത്യന്തികമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതും കാത്തിരിക്കുന്നതും അവിടുത്തെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ്. അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ അവിടുത്തെ 2-ാമത്തെ ആഗമനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ജനമായതുകൊണ്ട് ഈ വേളയിലും എപ്രകാരമാണ് ഇസ്രായേൽ ജനം തൻ്റെ വരവിനെ കാത്തിരുന്നത്, യേശുവിൻ്റെ വാഗ്ദാനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മിശിഹായെ ക്രിസ്തുവിനെ കാത്തിരുന്നത്, അപ്രകാരം നമ്മൾ അവിടുത്തെ 2-ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനമായിട്ടാണ്. ആയതിനാലാണ് ഇന്നത്തെ ഈ വചനവായനകളെല്ലാം കാത്തിരിപ്പിൻ്റെ ഈ മനോഹരിതയെക്കുറിച്ച് പറയുന്നത്. അതായത്, കാത്തിരിപ്പിക്കുന്നത് എത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്, കാത്തിരിക്കുന്നത് എത്രമാത്രം അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്, എത്രമാത്രം കൃപ നൽകപ്പെടുന്ന കാര്യമാണ് എന്ന്.
ഇനി അതേ കാത്തിരിപ്പ് എങ്ങനെയായിരിക്കണം? യോഗ്യതയോടുകൂടെ കാത്തിരിക്കുന്നവരായി മാറണമെന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് 16 മുതൽ 25 തീയതി വരെ നമ്മൾ വായിക്കുന്നത് അവിടുത്തെ ആദ്യത്തെ ആഗമനം, അതായത് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള വചനഭാഗം കൂടിയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആഗമന കാലത്തിലായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് എത്രമാത്രം ഒരുക്കത്തോടുകൂടെ അവിടുത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമോ, അതായത് അവിടുത്തെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കം കൊട്ടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുമ്പോൾ, അതിനോടൊപ്പം തന്നെ അവിടുത്തെ രണ്ടാമത്തെ വരവിനെ പറ്റിയാണ്, അവിടുത്തെ രണ്ടാമത്തെ വരവിനും വേണ്ടിയാണ് നമ്മൾ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുന്ന ജനമായി മാറുന്നത്. ആയതിനാൽ ഈ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആഗമന വേളയിൽ ഏറ്റവും ഒരുക്കമുള്ളവരായി ദൈവത്താൽ കാണപ്പെടുന്ന അനുഗ്രഹീത ജനമായി നാം ഓരോരുത്തരും മാറട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിലായിരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നൂറുഹായാൽ ധന്യ ശരീരമെടുത്തു നരനാൻ പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ.
താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകൻ മാർവഴിയല്ല നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം കേൾക്കുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളൊരു ഈർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നു. പ്രിയ സഹോദരേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ഭക്തിയാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലെ സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജെയിംസ് സാനാപ്പറമ്പിൽ പിതാവിനെയും ഇന്ന് ദിവ്യബലി ഞങ്ങൾക്കായി അർപ്പിക്കുന്ന ജോഷിയസിനെയും മറ്റെല്ലാ അജപാലകരെയും അനുഗ്രഹിക്കണമേ. നാഥ, അങ്ങയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കുവാൻ ഇവരെ അനുവദിക്കരുതേ. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് ആത്മീയ ഉണർവോടെ സഭാമക്കളെ നയിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മ ചൈതന്യത്താൽ ഇവരെ പൂരിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഈശോനാഥ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും എല്ലാ ഭരണാധികാരികളെയും സമർപ്പിക്കുന്നു. സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും നീതിബോധത്തോടും കൂടി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് നന്മയും സമാധാനവും സുരക്ഷിതത്വവും കൈവരുത്തുവാൻ എല്ലാ നേതാക്കന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും പവിത്രതയും ശക്തിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങിൽ മാത്രം വിശ്വാസമർപ്പിച്ച് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഐക്യത്തോടെ തരണം ചെയ്ത് സ്നേഹത്തോടെ അങ്ങയുടെ സമാധാനത്തിൽ ഒന്നായി ജീവിക്കുവാൻ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. തേജസ്വരൂപിയായ ദൈവമേ, അന്ധകാരത്തിന്റെ പാതകൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് നിത്യ തേജസ്സായ അങ്ങയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നും ഏറ്റവും ജാഗ്രതയോടെ പ്രാർത്ഥനാനിരതമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപികളായ ഞങ്ങളെ രക്ഷിക്കാനായി സ്വർഗീയമായ എല്ലാ മഹിമയും മഹത്വവും വെടിഞ്ഞ് എളിയവരിൽ എളിയവനായി മാറിയ ഈശോയെ,
പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. രോഗത്തിൻ്റെതായ വിഷമതകൾ സഹിക്കുവാനുള്ള ശക്തിയും കരുത്തും നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും അവരെ പരിചരിക്കുന്നവരെ കരുണാർദ്രമായ സ്നേഹത്താൽ നിറയ്ക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കാരുണ്യവനായ ദൈവമേ, മാതൃകയായും വെളിച്ചമായും ഞങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശികളായി ജ്വലിച്ച് അങ്ങയുടെ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതകാലത്ത് അവർ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അങ്ങയുടെ തിരുരക്തം വഴി കഴുകി വെടിപ്പാക്കി അവരെ അങ്ങയുടെ മുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ബലിപീഠത്തിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സർവശക്തനിത്യമായ ദൈവമേ, അങ്ങ് എല്ലാവരും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലാഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അഖിലേശ കാഴ്ച നൽകാൻ ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ. അഖിലേശ കാഴ്ച നൽകാൻ ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ. അഖിലേശ സ്വർണവും മീറയുമില്ല, വർണ്ണമയൂരങ്ങളില്ല, താലത്തിലേന്തുമീ അർപ്പിതങ്ങൾ താവക വീചിയാൻ പൂരിതമാക്കൂ. അഖിലേശ കാഴ്ച നൽകാൻ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട്
പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രഭാവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിർന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാകമാരോടും പ്രധാന മാലാകന്മാരോടും ഭദ്രാസനന്മാരോടും അതിശയന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന 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 അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന 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 അത്യുന്നതങ്ങളിലോസാന അത്യുന്നതങ്ങളിലോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തൂവെള്ള ഹോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ള ഹോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം, നാഥാരാധന നാഥാരാധന, പാടാമാരാധന നിത്യം ആരാധന. നാഥാരാധന നാഥാരാധന, പാടാമാരാധന നിത്യം ആരാധന. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ഭൂമി സമൃദ്ധമായി വിളവ് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തത്പരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. കർമ്മലസുമമേ മറുതേ കൂടമേ, സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറ കൂടമേ. കർമ്മലസുമമേ മറുതേ കൂടമേ, സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറ കൂടമേ. കന്യകേ നിൻ ഉദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു. കന്യകേ നിൻ ഉദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു. നിന്നാത്മാവിൻ തടത്തിലല്ലേ വാഗ്ദാന സൂനം ഇതൾ വിരിഞ്ഞു. കർമ്മലസുമമേ മറുതേൻ കൂടമേ, സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറ കൂടമേ.